ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പൊ വീണ്ടും ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു എല്ലാവർക്കും ഇവിടെ വെതർ മാറിയതിന്റെ ഒരു കോൾഡും കഫും ഒക്കെയാണ്. അപ്പൊ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ഫുള്ള് 4 പേരും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. ഇവിടെ വെതർ മാറിയതിന്റെ ഒരു പ്രശ്നമാണ്. 2024 ഒരു വൺ ഓഫ് മൈ റെസൊല്യൂഷൻ കൂടിയായിരുന്നു യൂട്യൂബിൽ പഴയ പോലെ സജീവമാവണം, വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങണം എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് മന്തേ പോയി, ഇപ്പൊ സെക്കൻഡ് മന്ത് ആയി. ബട്ട് ഇനിയെങ്കിലും വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയാണ്. പണ്ടത്തെ പോലെ വീക്ക്ലി 2 വീഡിയോ വെച്ചൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഇൻ കേസ് ലോങ് വീഡിയോസ് പറ്റിയില്ലെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും എന്റെ വീഡിയോസ് ഒക്കെ കാണുക. പക്ഷെ എനിക്കറിയാം ഇങ്ങനെ ഗ്യാപ്പ് എടുത്തെടുത്ത് വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ചാനൽ തുറന്ന പോലെ തന്നെയാണ്. ആൾക്കാരൊക്കെ മറന്നേ പോയിട്ടുണ്ടായിരിക്കും. ഇനി പഴയ പോലെ വീഡിയോസ് ഒക്കെ കയറി വരണം, ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടു തുടങ്ങണം. പിന്നെ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു മെമ്മറീസും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് ഫോണിലൊക്കെ ഒരു പരിധി വരെ നമ്മുടെ സ്റ്റോറേജ് ഒക്കെ ആയി, പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ടോ ഹാർഡ് ഡിസ്കിലോട്ടോ ഒക്കെ മാറ്റും. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വീഡിയോസ് കാണുന്നത് അങ്ങനെ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ യൂട്യൂബ് അല്ലെ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് എപ്പോഴും നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പിന്നെയും കാണാനേ ആ ഒരു രീതിയിൽ നോക്കിയാൽ സോഷ്യൽ മീഡിയ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് യൂട്യൂബ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഞങ്ങളുടെ തന്നെ ലൈഫിലെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ഒക്കെ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നതും കൂടെ. ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ MD ഹൗസ് ടൂർ ആണ്. ഈ വീട്ടിലോട്ട് മാറുമ്പോൾ ഫസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഹൗസിന്റെ MD ടൂർ ആണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ 2024 തുടങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കറക്റ്റ് 2 ഇയേഴ്സ് ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റിൽ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം 3rd ഇയർ റിന്യൂവൽ ടൈമാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ വീട് ഞങ്ങൾ അന്ന് വന്ന് കണ്ടതിലൊക്കെ ഒരുപാട് വ്യത്യാസമായി. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊരാൾ തന്നെയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എന്തുകൊണ്ട് MD ഹൗസ് ടൂർ ആദ്യം ഇട്, അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് ഓരോ ഏരിയ ഞാൻ എങ്ങനെയൊക്കെ മാറ്റിയെടുത്തു എന്നൊക്കെ ഇടുമ്പോൾ അത് കാണാൻ ഒരു രസമല്ല. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഓക്കെ ആദ്യം MD ഹൗസ് ടൂർ തന്നെ ആദ്യം ഇടാം. പിന്നെ എന്റെ ചാനലിൽ കൂടുതലും വ്യൂസ് വരുന്നതും ഹോം റിലേറ്റഡ് വീഡിയോസും പിന്നെ ഹൗസ് പ്ലാന്റ്സും ആണ്. ഹൗസ് പ്ലാന്റ്സിന് ഞാനൊരു ബ്രേക്ക് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കാമെങ്കിൽ കുഞ്ഞ് ഇവിടെ കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഹൗസ് പ്ലാന്റ്സിന് ഞാനൊരു ബ്രേക്ക് കൊടുത്തേക്കാണ്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ഇപ്പൊ താഴെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ആള് താഴെ വലിച്ചത്. ഉള്ളതിനെയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പുതിയതൊന്നും ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഉള്ളതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഹൗസിലെ ഓരോ കാര്യങ്ങൾ വീഡിയോസ് ആയിരിക്കും ഇനി മുന്നോട്ട് വരുന്നത്. അപ്പം ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് ഡോറ്. നമുക്ക് അകത്തോട്ട് കയറാം. അപ്പൊ ഇത് 2-2.5 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം മോനൊക്കെ കുറച്ചുകൂടെ കുഞ്ഞാണ്. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എൻട്രി വേ ഉണ്ട് കേട്ടോ. നേരത്തെ ഫ്ലാറ്റിൽ നമുക്ക് നേരെ തുറക്കുമ്പോഴേ ഹോളിലോട്ടായിരുന്നു. ഇത് നമുക്ക് ലോണ്ട്രി റൂമാണ് കേട്ടോ. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഡോൺ ആണ് കേട്ടോ. കാരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ റൂം എന്ന് വേണേൽ പറയാം. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡോറിന് ബാക്കിലോട്ടും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് കയറി നിന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ലോണ്ട്രി റൂം. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കിച്ചൺ. അപ്പം കിച്ചൺ കഴിഞ്ഞ ഫ്ലാറ്റിനേക്കാളും വ്യത്യാസം നോക്കിയാൽ 2 സിങ്ക് ഉണ്ട്. അത് നല്ലൊരു ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. പിന്നെ വേറെ വ്യത്യാസം എന്ന് പറയാനായിട്ടൊന്നുമില്ല. കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. പക്ഷെ കൗണ്ടർ ടോപ്പ് സ്പേസ് കുറച്ച് കുറവാണ്. പക്ഷെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. കാരണം ഒരു വോള് ഫുള്ള് MD ആണ്, നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഓപ്പോസിറ്റ് വോൾ ഫുൾ MD ആണ്. അവിടെ കബോർഡ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്പേസ് തോന്നിക്കും. പിന്നെ കോമൺ ഫാക്ടർ നേരത്തെ കിച്ചണും ഈ കിച്ചണും എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയും വെട്ടമില്ല. അതാണ് ആ വിൻഡോ എന്ന് പറയുന്നത് ഇടഭാഗമാണ്, വെട്ടം വരുന്നില്ല. പിന്നെ ഇത്രയും വലിയൊരു എൻട്രി വേ നമുക്കുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റിൽ 1-2 ചെടികളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. കാരണം ഞങ്ങൾ നേരത്തെ താമസിക്കുന്ന ബിൽഡിങ്ങിനടുത്ത് തന്നെയാണ് ഈ ബിൽഡിംഗ്. നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന കുറച്ച് 1-2 സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് നേരെ നമ്മുടെ 2 ബെഡ്റൂമിലോട്ടും ഗസ്റ്റ് ബാത്റൂമിലോട്ടൊക്കെ പോകുന്ന ഭാഗമാണ്. ഇനി നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് ഒരു മെയിൻ ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലാറ്റിലോട്ട് മാറാവുന്നൊരു മെയിൻ പോയിന്റ് ഈ ഹോളായിരുന്നു കേട്ടോ. കാരണം ഫ്ലോർ ടു സീലിംഗ് ഈ വലിയ ബിഗ് വിൻഡോ. നമ്മുടെ പഴയ ഫ്ലാറ്റ് വെച്ച് നോക്കുമ്പം നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഹോളിന്. പിന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നമ്മുടെ ഹോളിൽ നിന്ന്. പിന്നെ അത് മാത്രമല്ല നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഹോളിൽ തന്നെയാണ് ഇവിടെ ബാൽക്കണി വരുന്നത്. ആ കർട്ടൻസ് നേരത്തെ ഇവിടെ താമസിച്ചവരുടെയാണ് കേട്ടോ. അത് ഞങ്ങൾ പിന്നീട് മാറ്റിയായിരുന്നു.
പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. ബാൽക്കണി ഹോളിലായിരുന്നു, അതെനിക്ക് മെയിൻ ആയിട്ട് അങ്ങനെ തന്നെ വേണമായിരുന്നു. ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റിൽ ബാൽക്കണി വരുന്നത് ബെഡ്റൂമിലായിരുന്നു. ലിവിംഗ് റൂമിലല്ല നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ലിവിംഗ് റൂമിൽ തന്നെ ബാൽക്കണി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ബാൽക്കണി എന്നുള്ള വ്യൂ കാണിക്കാം. ഇപ്പം കറന്റ്ലി ഉള്ള വ്യൂ കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നെസ്റ്റോ കാണാം. ഇത് അൽനാദയിലുള്ള നെസ്റ്റോ മോളാണ്. പിന്നെ നാട്ടിലെ മലബാർ ഗോൾഡ് ഉണ്ട്. ആ കാണുന്നതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വ്യൂ വരുന്നത്. എന്താ പറയാ, കുറച്ചുകൂടെ സിറ്റിക്ക് ഉള്ളിൽ ആയതുപോലെയാണ്. നേരത്തെ എന്ന് പറയുന്നത് കുറച്ച് വിശാലമായ ഒരു വ്യൂ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ സിറ്റിക്ക് അകത്ത് ആയ ഒരു ഫീലാണ്. പിന്നെ ബാൽക്കണി സ്പേസ് നമ്മുടെ നേരത്തെ ഫ്ലാറ്റിനേക്കാളും മച്ച് ബിഗർ ആണ് കേട്ടോ. മച്ച് ബിഗർ ആണ്. അപ്പൊ ഇതായിരുന്നു ബാൽക്കണി എന്നുള്ള വ്യൂ. നമുക്ക് ബെഡ്റൂംസ് ഒക്കെ പോയി കാണാം. അപ്പോൾ ഹോള് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഒരു സെല്ലിംഗ് പോയിന്റ്. നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ അതായിരുന്നു നമ്മുടെ മെയിൻ ഡോർ. ഇതാണ് ഗസ്റ്റ് ബാത്റൂം. നമുക്ക് 2 ഫുൾ ബാത്റൂമാണ് ഉള്ളത് കേട്ടോ. ഗസ്റ്റ് ബാത്റൂം എന്ന് പറയുന്നത് ഫുൾ ബാത്റൂം തന്നെയാണ്, ബാത്ത് ടബും ഒക്കെ ഉള്ളത്. പിന്നെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ്, ഇതുപോലൊരു വലിയ കൗണ്ടർ സ്പേസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പുതിയ ഈ അപ്പാർട്ട്മെന്റിൽ. 2 ബാത്റൂമിൽ ഇതുപോലെ ഒരു നല്ല കൗണ്ടർ സ്പേസ് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. ചുമ്മാ ജസ്റ്റ് വാഷ് ബേസിൻ മാത്രമാണെങ്കിൽ ഒരു രസമില്ല കാണാൻ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു നീറ്റ് ലുക്ക് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള ഗസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഒരു ക്യൂൻ സൈസ് ബെഡൊക്കെയാണ്. അത് കഴിഞ്ഞ് ചുറ്റും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നടക്കാൻ. പിന്നെ ഗസ്റ്റ് ബെഡ്റൂമിൽ നമുക്കൊരു ഇൻബിൽട്ട് വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പൊ ഈ ചെടിയിലെ CC പ്ലാന്റ് ഒന്നും ഇപ്പൊ ഇല്ല. എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. കുറെ ചെടികളൊക്കെ ഇപ്പൊ പോയി നശിച്ചു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഗസ്റ്റ് ബാത്റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിൽ ഇൻബിൽട്ട് വാർഡ്രോബ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പഴയ ഫ്ലാറ്റിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4 ഡോർ വാർഡ്രോബ് ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ഈ ഒരു സൈഡിലാണ് ഞങ്ങൾ വാർഡ്രോബ് ഒക്കെ വെക്കുന്നത്. പിന്നെ അതാണ് നമ്മുടെ മെയിൻ ബാത്റൂം അല്ലെ വാഷ്റൂം. അവിടെയും നല്ലൊരു കൗണ്ടർ സ്പേസും ഫുൾ ബാത്റൂമാണ്. ബാത്തപ്പൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പം ടോട്ടലി ഇതാണ് ഞങ്ങളുടെ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫ്ലാറ്റാണ്. ഞങ്ങളുടെ ചെറിയൊരു ഫാമിലിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ എന്ന് പറയാം. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നമ്മുടെ റിലേറ്റീവ്സ് വന്നാലും ഒക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റും. അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ ഉണ്ട്. നമ്മൾ ഒരുപാട് തപ്പി ഇറങ്ങി ഈ അൽനാദ ഫുള്ള് ഞങ്ങൾ കാണാത്ത ഫ്ലാറ്റുകളില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ബിൽഡിങ്. ഞങ്ങൾക്ക് അതിനൊരു മടിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും മാറുവാണെങ്കിൽ നമുക്ക് അതുപോലെ 100% സാറ്റിസ്ഫൈഡ് ആവണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ചുമ്മാ മാറാൻ വേണ്ടി 2 ബെഡ്റൂമിലേക്ക് മാറാൻ വേണ്ടി മാറണമെന്നൊരു ആഗ്രഹമില്ലായിരുന്നു. എപ്പം നല്ലത് വരുന്നോ അപ്പം മാറാമെന്നായിരുന്നു. എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ലതായിട്ട് വരുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെന്റ് MD ടൂറ്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉടനെ തന്നെ അടുത്ത ഈ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മേക്ക് ഓവറും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.